بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. എന്താണ് ദബ്ഹ് എന്ന് പറഞ്ഞാൽ? എന്താണ് ദബ്ഹ്? ബലിയർക്കലാണ്. അതിന്റെ അറബി ആരാ പറയാ? അറബിയിലുള്ള ഇബാറത്ത് ഇസ്ഹാഖുർ റൂഹ് ബിറാഖത്തി ദം അലാ വജ്ഹിൻ മഖ്സൂസ്. ഒരു പ്രത്യേകമായ രീതിയിൽ റൂഹിനെ ഒരു ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ജീവിയുടെ ശരീരത്തിൽ നിന്ന് പുറത്താക്കുക. ഇങ്ങനെ ബിറാഖത്തി ദം, രക്തം ഒഴുക്കിക്കൊണ്ട് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയല്ലാത്ത ദബ്ഹ്, അറവ്, അത് എത്ര തരത്തിലാണ്? രണ്ട്. ഏതൊക്കെയാ? ഒന്ന്, ശിർക്കുൻ അക്ബർ ആകുന്ന ഏതാണ്? അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അവരെ തഅദീം ചെയ്തുകൊണ്ട് അറുക്കുന്നത്, ഏതുപോലെ ജിന്നുകൾക്ക് വേണ്ടി അറുക്കുന്നത് പോലെ. രണ്ടാമത്തത് മുബാഹായിട്ടുള്ളത്. അദ്ദേഹത്തിന് ഉദാഹരണം ലോയൂഫിനെ ഇക്റാം ചെയ്യുന്നതിന് വേണ്ടി അറുക്കുന്നത്. അപ്പം അത് ഇബാദത്തായി തീരും. രണ്ടാമത്തത് ഇബാദത്തായി തീരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫ. ആരാണോ അള്ളാഹുവിലും അന്ത്യനാളിൽ വിശ്വസിക്കുന്നത് അവൻ അവന്റെ അതിഥിയെ ആദരിക്കട്ടെ. അപ്പം ആ അതിഥിയെ ആദരിക്കാൻ വേണ്ടിയാണ് അവൻ ഈ അറവ് നടത്തുന്നതെങ്കിൽ അതെന്താണ്? ഇബാദത്താണ്. ഒരു മുശ്രിക്ക് അല്ലാഹു തആലക്ക് വേണ്ടി അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറവ് നടത്തി കഴിഞ്ഞാൽ അതിന്റെ ഹുക്കം എന്താണ്? സ്വീകരിക്കപ്പെടുമോ? ഇല്ല. അതിൽ നിന്ന് കഴിക്കൽ എന്തല്ല? അനുവദനീയമല്ല. ഇനി ഒരു മുസ്ലിം അല്ലാഹു തആലക്ക് വേണ്ടി അറവ് നടത്തി, പക്ഷെ മനഃപൂർവ്വം ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ അതിന്റെ ഹുക്കം എന്താണ്? അത് സ്വീകരിക്കപ്പെടുന്നതല്ല, അതിൽ നിന്ന് കഴിക്കൽ അനുവദനീയമല്ല. ഇനി ഒരു മുസ്ലിം അല്ലാഹു തആലക്ക് വേണ്ടി അറുത്തു, പക്ഷെ ബിസ്മി ചൊല്ലാൻ മറന്നുപോയി, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹുക്കം എന്താണ്? രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അതിൽ സ്വഹീഹായിട്ടുള്ള എന്താണ്? കഴിക്കൽ അനുവദനീയമല്ല. ഉമൂമായിട്ടുള്ള ആമായിട്ടുള്ള ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ്? ലാ തഅകുലൂ മിമ്മാ ലാ യുദ്കറു ഇസ്മുല്ലാഹി അലൈഹി. അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കപ്പെടാത്തതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത്. അഹ്ലുൽ കിതാബ് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറുത്തു കഴിഞ്ഞാൽ അത് കഴിക്കൽ എന്താ? ജായിസാണോ? അല്ലേ? ഖിലാഫുണ്ട്. സഹീഹായിട്ടുള്ള എന്താണ്? സഹീഹായത് അത് ജായിസാണ്, അത് കഴിക്കൽ അനുവദനീയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വതആമുൽ ലദീന ഊതുൽ കിതാബ ഹില്ലുൽ ലക്കും വതആമുക്കും ഹില്ലുൽ ലഹും. കിതാബ് നൽകപ്പെട്ടവരുടെ ഭക്ഷണം നിങ്ങൾക്ക് ഹലാലാണ്, നിങ്ങളുടെ ഭക്ഷണം അവർക്കും അനുവദിക്കപ്പെട്ടതാണ്. വതആമുൽ ലദീന ഊതുൽ കിതാബ ഹില്ലുൽ ലക്കും വതആമുക്കും ഹില്ലുൽ ലഹും. قال رحمه الله: باب لا يذبح لله بمكان يذبح فيه لغير الله. لا يذبح لله في مكان أو بمكان يذبح فيه لغير الله. لا يذبح لله, അല്ലാഹുവിന് വേണ്ടി അറുക്കപ്പെടാൻ പാടില്ല. ബിമക്കാനിൻ യുദ്ബഹു ഫീഹി ലിഗൈരില്ലാഹ്, ഒരു സ്ഥലത്ത് വെച്ച്, അതായത് അല്ലാഹു തആലക്ക് വേണ്ടിയല്ലാതെ ബലി അറുക്കപ്പെടുന്ന സ്ഥലത്ത് വെച്ച് അല്ലാഹു തആലക്ക് വേണ്ടി ബലി അറുക്കാൻ പാടുള്ളതല്ല. ലാ യുദ്ബഹു ലില്ലാഹ് ബിമക്കാനിൻ യുദ്ബഹു ഫീഹി ലിഗൈരില്ലാഹ്. വഖൗലുല്ലാഹി തആല
അപ്പൊ അല്ലാഹു തആലക്ക് വേണ്ടി അല്ലാതെ ബലിയർക്കപ്പെടുന്ന സ്ഥലങ്ങൾ, വിഗ്രഹങ്ങൾക്ക് വേണ്ടി ബലിയർക്കപ്പെടുന്ന സ്ഥലങ്ങൾ, അതുപോലെ ജിന്നുകൾക്ക് വേണ്ടി ബലിയർക്കപ്പെടുന്ന സ്ഥലങ്ങൾ, നബിമാർക്ക് വേണ്ടി ബലിയർക്കപ്പെടുന്ന സ്ഥലങ്ങൾ, ഔലിയാക്കൾക്ക് വേണ്ടി ബലിയർക്കപ്പെടുന്ന സ്ഥലങ്ങൾ, അത്തരം സ്ഥലങ്ങളിൽ വെച്ച് അല്ലാഹു തആല അല്ലാത്തവർക്ക് ബലിയർക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ വെച്ച് അല്ലാഹുവിന് വേണ്ടിയാണെങ്കിലും ബലിയറുക്കാൻ പാടുള്ളതല്ല. لأن الذبح في هذا المكان وإن كان لله عز وجل فإنه ആ സ്ഥലങ്ങളിൽ വെച്ച് ബലിയറുക്കുന്നത് അത് അല്ലാഹു തആലക്ക് വേണ്ടിയാണെങ്കിൽ പോലും അത്തരത്തിൽ ബലിയറുക്കുന്നത് എന്തിലേക്ക് എത്തിക്കുന്നതാണ്? ശിർക്കിലേക്ക് എത്തിക്കുന്നതാണ്. ഫൈന്നഹു വസീലത്തുൻ ഇല ശിർക്ക്, ഫൈന്നഹു വസീലത്തുൻ ഇല ശിർക്ക്, ശിർക്കിലേക്ക് എത്തിക്കുന്ന വസീലയാണത്, ശിർക്കിലേക്ക് എത്തിക്കുന്ന മാർഗമാണ് അത്തരം സ്ഥലങ്ങളിൽ വെച്ച് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിലും ബലിയറുക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ അത്തരം സ്ഥലങ്ങളിൽ വെച്ച് ബലിയറുക്കുക എന്നുള്ളത് ആ സ്ഥലങ്ങളിൽ വെച്ച് അല്ലാഹു തആല അല്ലാത്തവർക്ക് വേണ്ടി ബലിയറുക്കുന്നവരെ തഅദീം ചെയ്യലാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന് വേണ്ടി ആ സ്ഥലത്ത് വെച്ച് ബലിയറുക്കുന്നു, ആ സ്ഥലത്ത് വെച്ച് തന്നെ ഒരു വ്യക്തി അള്ളാഹുവിന് വേണ്ടി ബലിയറുത്താൽ ആ സ്ഥലത്തിനെ അവൻ തഅദീം ചെയ്യാണ്, ആ പ്രത്യേകമായിട്ടുള്ള ആ സ്ഥലത്തെ അവൻ മഹത്വപ്പെടുത്തുകയാണ്. അതേപോലെ അതിന്റെ കൂടെ എന്തുകൂടെ വരും? വമുശാബഹ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളോടുള്ള തശാബുഹ്, സാദൃശ്യപ്പെടലും അതിലുണ്ട്. വമുശാബഹ ലിൽ മുശ്രിക്കീൻ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ പ്രത്യേകമായ സ്ഥലത്തെ അവൻ തഅദീം ചെയ്യുന്നു. രണ്ടാമത്, അവിടെ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുന്ന മുശ്രിക്കീങ്ങളോട് അവൻ സാദൃശ്യപ്പെടുന്നു. മുശാബഹത്തുൻ ലിൽ മുശ്രിക്കീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കിലേക്ക് എത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും നമ്മെ വിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖബറിലേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള നമസ്കാരം വിരോധിക്കപ്പെട്ടത്. ഖബറിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഉള്ള നമസ്കാരം വിരോധിക്കപ്പെട്ടു. അതേപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തുള്ള നമസ്കാരം വിരോധിക്കപ്പെട്ടു. സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്തുള്ള നമസ്കാരം വിരോധിക്കപ്പെട്ടു. കാരണം എന്താണ്? ഈ രണ്ട് സമയങ്ങളിലും മുശ്രിക്കീങ്ങൾ, കാഫിരീങ്ങൾ സൂര്യന് സുജൂദ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ അവിടെ ആ സമയത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നതാണ്? ആ പ്രത്യേകമായ ഒരു സമയത്ത് അവര് തഅദീം ചെയ്യുന്നതാണ് മുശ്രിക്കീങ്ങൾ, കാഫിരീങ്ങൾ. അപ്പൊ അവിടെ സംഭവിക്കുന്നത് ശിർക്കിലേക്കുള്ള വസീല സംഭവിക്കാം. അതുപോലെ തന്നെ ആ ഒരു പ്രത്യേക സമയത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ അവരോട് സാദൃശ്യപ്പെടാം. അപ്പൊ എല്ലാം ശിർക്കിലേക്ക് എത്തിക്കുന്ന വസീലയാണ്. അതുകൊണ്ട് തന്നെ ദീനിൽ അത്തരം കാര്യങ്ങൾ നിരോധിക്കപ്പെട്ടു. ഇപ്പൊ ശിർക്കിലേക്ക് എത്തിക്കുന്ന എല്ലാ മാർഗങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൽ വിരോധിച്ചിട്ടുണ്ട്. ഈ സമയങ്ങളിലാണ് മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്യുന്നത്? സൂര്യന് സുജൂദ് ചെയ്യുന്നത്. ഫകുല്ലു മകാനിൻ വകുല്ലു സമാനിൻ ഖദ് ഇത്തഖദഹുൽ മുശ്രിക്കീൻ ലിഇബാദതിഹിം ഫഇന്നനാ നുഹീനാ അൻ നുശാരികഹും ഫീഹാ ഔ ഫീഹി വഉമിർനാ അൻ നബ്തഇദ അൻഹും മിൻ ബാബ് സദ്ദി ദറാഇ. വകുല്ലു മകാൻ വകുല്ലു സമാൻ, എല്ലാ സ്ഥലങ്ങളും അതുപോലെ എല്ലാ സമയവും, എല്ലാ സ്ഥലങ്ങളും അതുപോലെ എല്ലാ സമയവും ഖദ് ഇത്തഖദുൽ മുശ്രിക്കീന ലിഇബാദതിഹിം, മുശ്രിക്കീങ്ങൾ അവരുടെ ഇബാദത്തിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള എല്ലാ ഓരോ സ്ഥലങ്ങളും അതുപോലെ എല്ലാ സമയവും ആ സമയത്ത് അവരോട് മുഷാറക്ക ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിരോധിക്കപ്പെട്ടതാണ്. ഇപ്പൊ മുശ്രിക്കീങ്ങൾ അവരുടെ ഇബാദത്തുകൾക്ക് വേണ്ടി പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ടുള്ള സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളിൽ വെച്ച് അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യൽ ഹറാമാണ്, വിരോധിക്കപ്പെട്ടതാണ്. അതാണ് ഈ ബാബിലെ പറയുന്നത്. ഇപ്പൊ മുശ്രിക്കീങ്ങൾ അല്ലെങ്കിൽ കാഫിരീങ്ങൾ അല്ലാഹു തആല അല്ലാത്തവർക്ക് വേണ്ടി ബലിയറുക്കാൻ തെരഞ്ഞെടുത്ത പ്രത്യേക സ്ഥലങ്ങളിൽ വെച്ച് അള്ളാഹുവിന് വേണ്ടി ബലിയറുക്കൽ എന്താണ്? പാടില്ല. കാരണം അത് ശിർക്കിലേക്ക് എത്തിക്കുന്ന വസീലയാണ്. അതേപോലെ തന്നെ മുശ്രിക്കീങ്ങൾ അവരുടെ ഇബാദത്തുകൾക്ക് വേണ്ടി പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ടുള്ള ആ ഇബാദത്ത്, ഇപ്പൊ നമസ്കാരം എന്ന് പറയുന്നത് സുജൂദ് അടങ്ങിയിട്ടുള്ള ഇബാദത്താണ്. ഇപ്പൊ മുശ്രിക്കീങ്ങൾ അതുപോലെ കാഫിരീങ്ങൾ സൂര്യൻ അസ്തമിക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്ന സമയത്തും സുജൂദ് ചെയ്യും, സൂര്യന് സുജൂദ് ചെയ്യും. അപ്പോൾ നമ്മുടെ നമസ്കാരത്തിൽ സംഭവിക്കുന്ന ഈ സുജൂദും ആ സുജൂദും തമ്മിൽ സാദൃശ്യം വരുന്നു.
അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമസ്കാരം വിരോധിക്കപ്പെട്ടു. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, അതിന് അകലം പാലിക്കാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടു. എന്തിനു വേണ്ടിയാണ്? മിൻ ബാബ് സദ്ദി ദറാഇ മിൻ ബാബ് ഖത്ൽ മുശാബഹ ലിൽ മുശ്രിക്കീൻ. ഈ ശിർക്കിലേക്ക് എത്തിക്കുന്ന എല്ലാ വാതിലുകളും അല്ലെങ്കിൽ അതിന്റെ എല്ലാ മാർഗങ്ങളും അവിടെ മുറിക്കുന്നതിന് വേണ്ടിയാണ്, അത് തടയുന്നതിന് വേണ്ടിയാണ്. അതേപോലെ തന്നെ മുശ്രിക്കീങ്ങളോട് മുശാബഹത്ത്, അവരോട് സാദൃശ്യപ്പെടുക എന്നുള്ളതും ആ ബാബ് അവിടെ മുറിച്ചു കളയുന്നതിന് വേണ്ടിയാണ്. فقول الله تعالى لا تقم فيه أبدا الآية لا تقم فيه أبدا നീ ഒരിക്കലും അവിടെ നിൽക്കരുത്. لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നതാണ് ലാ തഖും ഫീഹി അബദൻ, നീ അവിടെ നിൽക്കരുത്, അവിടെ നമസ്കരിക്കരുത്. അവിടെ ഉദ്ദേശം മസ്ജിദുൽ ദിറാറാണ്. മസ്ജിദുൽ ദിറാറിൽ നീ നമസ്കരിക്കരുത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഖിസ്സ, അതായത് അബു ആമിർ എന്ന് പറയുന്ന ഫാസിഖ്, അദ്ദേഹം ജാഹിലിയത്തിൽ മുമ്പുണ്ടായ സമുദായങ്ങളുടെ കിതാബുകൾ വായിച്ചിരുന്നു. അവരുടെ വേദഗ്രന്ഥങ്ങൾ വായിച്ച ആളാണ്. അങ്ങനെ ഇയാൾ വലിയൊരു ആബിദായി തീർന്നു. അദ്ദേഹത്തെ പറ്റി ഇപ്രകാരം പറയപ്പെട്ടു, അബു ആമിർ അർ-റാഹിബ് എന്ന പേരിൽ അറിയപ്പെട്ടു. വലിയൊരു ആബിദായി, ഇബാദത്തുകൾ ധാരാളം ചെയ്യുന്ന ആളായി. അങ്ങനെ ജനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ദീനൊക്കെ പ്രകടമായി കണ്ടു. അതിന്റെ പേരിൽ ജനങ്ങൾ അദ്ദേഹത്തെ വളരെ തഅദീം ചെയ്തു, മഹത്വപ്പെടുത്തി. فلما هاجر النبي صلى الله عليه وسلم الى المدينه حسده وكفر به. മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്തപ്പോൾ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിന് അസൂയ തോന്നുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവിശ്വസിക്കുകയും ചെയ്തു, കാഫിറായി. പിന്നീട് അയാൾ ഷാമിലേക്ക് പോയി. ഷാമിലേക്ക് പോയിക്കൊണ്ട് നസാറാക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിലായിക്കൊണ്ട് പിരികേറ്റി. ഷാമിലായിരിക്കെ മദീനയിലുള്ള മുനാഫിക്കീങ്ങൾക്ക് ഇയാൾ കത്തെഴുതി. അതായത് തങ്ങൾക്ക് കൂടിയിരിക്കാനും മുഷാവറ നടത്താനും ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു കെട്ടിടം പണിയണം. അപ്പൊ ആ കെട്ടിടം ഒരു മസ്ജിദിന്റെ രൂപത്തിലാണ് പണിയപ്പെട്ടത്. അവര് പറഞ്ഞു, ഈ കെട്ടിടം മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ദഈഫായ, അതുപോലെ തന്നെ രോഗികളായിട്ടുള്ള ആളുകൾക്ക് നമസ്കരിക്കാനുള്ളതാണ്. മഴയുള്ള രാത്രിയിലും അതുപോലെ തന്നെ നല്ല മഞ്ഞുകാലത്തും നമസ്കരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് എന്നവർ പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ എന്ത് ചെയ്തു? അവര് ക്ഷണിച്ചു ഈ പള്ളിയിൽ നമസ്കരിക്കാൻ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വാഗ്ദാനം നൽകി. ഖാല ഇന്ന അലാ സഫരിൻ ഇലാ ഗസ്വതി തബൂക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞു അവരോട്, തീർച്ചയായും ഞങ്ങളിപ്പോ തബൂക്ക് യുദ്ധത്തിലെ വേണ്ടിയുള്ള യാത്രയിലാണ്. വ ഇൻഷാ അല്ലാഹ് ഇദാ റജഅനാ നുസല്ലി ഫീഹി. അവിടെ നിന്ന് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ആ പള്ളിയിൽ നമസ്കരിക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം നൽകി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മക്കയിലേക്ക് ഈ പള്ളിയിൽ നമസ്കരിക്കുന്നതിന് വേണ്ടി വരുന്ന സമയത്ത്, അതായത് മദീനയിലേക്ക് എത്താൻ 1-2 രാത്രികൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ഇറക്കി. ഫഖാല അല്ലാഹു അസ്സ വജൽ ലാ തഖും ഫീഹി അബദാ. ആ പള്ളിയിൽ നീ നമസ്കരിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കി ബാക്കിയുള്ള ആയത്തുകൾ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട മുനാഫിഖീങ്ങളുടെ അല്ലെങ്കിൽ ഈ ഖബീസായിട്ടുള്ള ആളുകളുടെ മോശമായിട്ടുള്ള ഉദ്ദേശം, ഈ കെട്ടിടം പണിതതിന്റെ ഉദ്ദേശം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി കൊടുത്തു. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഖിസ്സ. അപ്പൊ ഈ ആയത്ത് ഇവിടെ ഈ പറയപ്പെട്ട ബാബിന് യോജിച്ച രീതിയിൽ കൊടുക്കാനുള്ള കാരണം എന്താണ്? ലാ യുദ്ബഹു ലില്ലാ ബിമകാനിൻ യുദ്ബഹു ഫീഹി ലിഗൈരില്ലാ. അല്ലാഹു തആല അല്ലാത്തവർക്ക് വേണ്ടി ബലിയറുക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി ബലിയറുക്കാൻ പാടില്ല. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ ആയത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നത്? എങ്ങനെയാണത് മുനാസബായി തീരുന്നത്? ഒന്നാമത്തത് അന്നഹു കാന മസ്ജിദു ദിറാർ മിമ്മ ഇത്തഖദ ലിൽ മആസി. ഇവിടെ ഈ മസ്ജിദു ദിറാർ എന്തിനു വേണ്ടിയാണ് സ്ഥാപിക്കപ്പെട്ടത്? മഅസിയത്തിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കപ്പെടാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് ഈ പള്ളികൾ. ആ പള്ളി മസ്ജിദു ദിറാർ അവരുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം അവിടെ മുനാഫികങ്ങൾക്ക് ശക്തി ഉണ്ടാക്കലാണ്. അല്ലാതെ നേരെ മറിച്ച് എന്താണ്, ഇസ്ലാമിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. യഥാർത്ഥത്തിൽ ഉദ്ദേശം എന്താണ്? ഇസ്ലാമിനെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ കുഫറിലേക്ക് എത്തിക്കലാണ്. അപ്പൊ അള്ളാഹുവിനോട് മഅസിയത്ത് ചെയ്യപ്പെടാൻ വേണ്ടിയാണ് ആ മസ്ജിദ് സ്ഥാപിക്കപ്പെട്ടത്. ഫനഹല്ലാഹു റസൂലഹു അൻ യഖൂമ ഫീഹി. അപ്പൊ ആ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ റസൂലിന് വിരോധിച്ചു. മഅന്ന സ്വലാത്തഹു ഫീഹി ലില്ലാ. ഇപ്പൊ ആ പള്ളിയിൽ വെച്ച് അദ്ദേഹം നമസ്കരിക്കുകയാണെങ്കിൽ തന്നെ അത് അള്ളാഹുവിന് വേണ്ടിയാണ് നമസ്കരിക്കുന്നത്. എന്നാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയുള്ള നമസ്കാരം വിരോധിച്ചു. കാരണം ആ സ്ഥലം അള്ളാഹുവിനോട് മഅസിയത്ത് ചെയ്യപ്പെടാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഫായിദ എന്താണ്? ഫദല്ല അലാ അന്ന കുല്ല മകാനിൻ യുഅസല്ലാ ഫീഹി അല്ലാ യുഖാം ഫീഹാ ഔ ഫീഹി. അല്ലാഹു തആലക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അനുസരണക്കേട് കാണിക്കപ്പെടുന്ന ഏത് സ്ഥലമാകട്ടെ ആ സ്ഥലങ്ങളിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ എന്നുള്ളത് പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അനുസരണക്കേട് കാണിക്കാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രത്യേകമായ സ്ഥലങ്ങളാണെങ്കിൽ അവിടെ അല്ലാഹു തആലക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യൽ പാടില്ലാത്തതാണ്. അപ്പോ നസാറാക്കളുടെ കനീസകളിൽ നമസ്കരിക്കുക, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ അമ്പലത്തിൽ പോയി നമസ്കരിക്കുക, അതേപോലെ അല്ലാഹു തആലയോട് മഅസിയത്ത് കാണിക്കപ്പെടുന്ന ഏത് സ്ഥലവും, ഇത് ശിർക്ക് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തിന്മ കാണിക്കപ്പെടാൻ അല്ലെങ്കിൽ തിന്മ ചെയ്യപ്പെടാൻ വേണ്ടി നിർമ്മിക്കപ്പെടുന്ന ഏത് സ്ഥലവും അവിടെ അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് പാടില്ല ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. നമസ്കാരമാകട്ടെ, അതുപോലെ ബലിയറുക്കലാകട്ടെ, മറ്റേതുമാകട്ടെ, മറ്റേത് ഇബാദത്തുമാകട്ടെ. അന്ന കുല്ല മകാനിൻ യുഅസല്ലാ ഫീഹി അല്ലാ യുഖാം ഫീഹി. لو أن إنسانا صلى في كنيسة نصارى لا يجوز فيه الصلاة لأن هذا المكان يصلى فيه لغير الله. طيب ഈ മസ്ജിദ് ദിറാർ നിർമ്മിച്ചതിന്റെ പിന്നിലുള്ള ഉദ്ദേശം അവിടെ എന്താണ്? മുനാഫിക്കുകളുടെ ഉദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി, ആ പള്ളിക്ക് ഉപദ്രവം ഉണ്ടാക്കലാണ്. وهكذا مسجد الضرار هو مساجد المساجد الضرار ما بني لغير الله أو لغير السنة. فمسجد الضرار എന്ന് പറഞ്ഞാൽ എന്താണ്? ما بني لغير الله أو لغير السنة. അള്ളാഹുവിന് വേണ്ടിയല്ലാതെ പണിയപ്പെട്ട, സുന്നത്തിന് വേണ്ടിയല്ലാതെ പണിയപ്പെട്ട എല്ലാ മസ്ജിദുകളും മസ്ജിദ് ദിറാറാണ്. അതാണ് മസ്ജിദ് ദിറാറിന്റെ താരീഫ്, നിർവചനം. മാ ബുനിയ ലിഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി പണിയപ്പെട്ടത്, ഔ ലിഗൈരി സുന്ന, സുന്നത്തിന് വേണ്ടിയല്ലാതെ പണിയപ്പെട്ട എല്ലാ മസ്ജിദുകളും മസ്ജിദ് ദിറാറാണ്.
മാ ബുനിയ ലിഗൈരില്ലാ ഔ അലാ ഗൈരി സുന്ന, അലാ ഗൈരി സുന്ന ഫഹുവ മസ്ജിദു ദിറാർ. ഇനി മസ്ജിദു സുന്ന ആണെങ്കിൽ, അമ്മാ മസ്ജിദു സുന്ന ലൗ ബുനിയ ബിജാനിബി മസ്ജിദിൽ ബിദഅ, ബിദഅത്തിന്റെ സമീപത്തായിക്കൊണ്ട് സുന്നത്തിന്റെ ഒരു മസ്ജിദ് പണിയപ്പെട്ടാൽ ആ മസ്ജിദു സുന്ന എന്തല്ല? ദിറാറല്ല, മസ്ജിദു ദിറാറല്ല. യുസമ്മ മസ്ജിദുൽ ബിദഅ ഹുവ ദിറാർ. നേരെ മറിച്ച് ആ മസ്ജിദുൽ ബിദഅയാണ് മസ്ജിദു ദിറാർ. ബിദഅത്തിന്റെ മസ്ജിദാണ് മസ്ജിദു ദിറാർ. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി പണിയപ്പെട്ട, സുന്നത്തിന്റെ മേലെ അല്ലാതെ പണിയപ്പെട്ട എല്ലാ മസ്ജിദുകളും മസ്ജിദു ദിറാറാണ്. അപ്പൊ ഏറ്റവും ആദ്യം പണിയപ്പെട്ടത് മസ്ജിദ് ബിദഅയാണെങ്കിൽ, ബിദഅത്തിന്റെ പള്ളിയാണ്. അതിനുശേഷമാണ് സുന്നത്തിന്റെ മസ്ജിദ് പണിയപ്പെട്ടെങ്കിലും മസ്ജിദുൽ ബിദഅ, ബിദഅത്തിന്റെ മസ്ജിദാണ് മസ്ജിദ് ദിറാർ. അത് എത്ര പഴയതാണെങ്കിലും ശരി, എത്ര പഴയതാണെങ്കിലും അത് മസ്ജിദ് ദിറാറാണ്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയുടെ മേൽ, ഏറ്റവും ആദ്യത്തെ ദിവസം തഖ്വയുടെ മേൽ സ്ഥാപിക്കപ്പെട്ട പള്ളി, അത് മസ്ജിദ് ഖുബയാണെന്ന് പറയപ്പെടുന്നു, മസ്ജിദ് നബവിയാണെന്നും പറയപ്പെടുന്നു. അതിൽ സ്വഹീഹായിട്ടുള്ളത് അത് മസ്ജിദ് നബവിയാണ്, മസ്ജിദ് അന്നബവി. ഖാല റഹിമഹുല്ലാ വഅൻ സാബിത് ഇബ്നു ദഹ്ഹാഖ് റളിയല്ലാഹു അൻഹു വഹുവ സ്വഹാബിയ്യുൻ ജലീൽ قال نذر رجل أن ينحر إبلا ببوانة فسأله النبي صلى الله عليه وسلم. بوانة اسم مكان بين مكة والمدينة، اسم موضع بين مكة والمدينة. മക്കക്കും മദീനക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ബുവാന. ഇന്നഹു ഖരീബുൻ മിൻ മക്ക അല്ലതി ഹിയ യലംലം മീഖാത്ത് അഹ്ലുൽ യമൻ. അഹ്ലുൽ യമന്റെ, യമനികളുടെ മീഖാത്തായി അറിയപ്പെടുന്ന യലംലം എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപമുള്ള ഒരു സ്ഥലമാണ് ബുവാന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ പ്രകാരം പറഞ്ഞു, അതായത് ബുവാനയിൽ വെച്ച് ഒരു ഒട്ടകത്തെ ബലിയറുക്കാൻ ഒരാൾ നേർച്ചയാക്കി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് ചോദിച്ചു, ഹൽ കാന ഫീഹാ വസനുൻ മിൻ ഔസാനിൽ ജാഹിലിയ്യതി യുഅബദ്, ജാഹിലിയത്തുകാരുടെ ആളുകളുടെ, ജാഹിലിയത്തിലെ ആളുകളുടെ വിഗ്രഹങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഗ്രഹം ആ സ്ഥലത്ത് വെച്ച് ഇബാദത്ത് ചെയ്യപ്പെടുന്ന ഉണ്ടോ? അങ്ങനത്തെ ഒരു സ്ഥലമാണോ ബുവാന? ഖാലൂല, വ്യക്തി പറഞ്ഞു അല്ല. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹൽ കാന ഫീഹാ ഈദുൻ മിൻ അഅയാദിഹിം, അവരുടെ ആഘോഷങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ആഘോഷം നിങ്ങൾ നടക്കുന്ന സ്ഥലമാണോ? ഖാലൂല, പറഞ്ഞു അല്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔഫി ബിനദ്രിക്, നീ നിന്റെ നേർച്ച നിറവേറ്റുക. ഫഇന്നഹു ലാ വഫാഅ ലിനദ്റിൻ ഫീ മഅസിയത്തില്ലാഹ്, തീർച്ചയായും അള്ളാഹുവിനോടുള്ള മഅസിയത്തിൽ ഒരാൾക്ക് നേർച്ച നിറവേറ്റലില്ല. ലാ ഫീമാ ലാ യംലികു ഇബ്നു ആദം, ഇബ്നു ആദം ഉടമപ്പെടുത്താത്ത ഒരു കാര്യത്തിലും അവൻ നേർച്ച നിറവേറ്റുന്നതല്ല. ഇവിടെ ഒരു ഒട്ടകത്തെ ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ബലിയറുക്കാൻ ഒരാൾ നേർച്ചയാക്കി. നെഹർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, അത് ഒട്ടകവുമായി ബന്ധപ്പെട്ട് ഒട്ടകത്തിന് അറുക്കുന്ന ആ രീതിക്കാണ് നെഹർ എന്ന് പറയുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിയോട് ചോദിച്ചത് എന്താണ്? ഹൽ കാന ഫീഹാ വസനു മിൻ ഔസാനിൽ ജാഹിലിയ്യതി യുഅബദ്, ജാഹിലിയത്തിന്റെ ആളുകളുടെ വിഗ്രഹങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഗ്രഹം ഈ പറയപ്പെടുന്ന സ്ഥലത്ത് ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ടോ? അതേപോലെ ഈ മുശ്രിക്കീങ്ങളുടെ അല്ലെങ്കിൽ കാഫിരീങ്ങളുടെ ആഘോഷങ്ങളിൽ ഏതെങ്കിലും ഒരു ആഘോഷം നടക്കുന്ന സ്ഥലമാണോ ഈ പറയപ്പെടുന്ന ബുവാന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് ചോദിച്ചു. വഫീഹി അന്നൽ മുഫ്തി
യസ്അൽ അൽ മുസ്തഫ്തി ഖബ്ല അൻ യുജീബഹു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഫത്വ കൊടുക്കുന്നത്. അപ്പം അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫായിദ, ഒരു മുഫ്തി ഫത്വ നൽകുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നോട് ആരാണോ ഫത്വ ആവശ്യപ്പെട്ടത് ആ വ്യക്തിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. ഒരു വ്യക്തി നമ്മുടെ അടുക്കൽ വന്നു, ആൾ പറയുന്നു ഇന്ന സ്ഥലത്ത് വെച്ച് ഞാനൊരു മൃഗത്തെ അല്ലെങ്കിൽ ഒരു ആടിനെ ബലി അറുക്കാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഫത്വ കൊടുക്കുന്നവൻ അവരോട് ചോദിക്കണം, അവിടെ ഏതെങ്കിലും വിഗ്രഹങ്ങൾ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ കാഫിരീങ്ങളുടെ ആഘോഷങ്ങൾ ഏതെങ്കിലും നടക്കുന്ന സ്ഥലമാണോ. അപ്പം അതിനുശേഷമാണ് ഫത്വ നൽകേണ്ടത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് ഉത്തരം പറയുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നോട് ഫത്വ ആവശ്യപ്പെട്ട ആ വ്യക്തിയോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. വൽ മുഫ്തി ലാബുദ്ദ അൻ യകൂൻ ജവാബുഹു ആമൻ ഷാമിലൻ മാദാ തഖ്സുദ് ബിസുആലിക ഹൽ തഖ്സുദ് കദാ അം തഖ്സുദ് കദാ. അപ്പം ചോദ്യം ചോദിച്ച ആളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചോദ്യം കൊണ്ട് എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായി കൊണ്ട് ഒരു ഫത്വ നൽകുന്ന ആൾ മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ തന്നെ ആ ഫത്വ പൂർണ്ണമായിരിക്കണം. അപ്പൊ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഫീഹി തഹ്രീം അദ്ദബ്ഹ് ഫീ അഅയാദിൽ മുശ്രിക്കീൻ സവാഅൻ ഫീ വഖ്തിൻ ഔ ഫീ മകാനിഹി. അപ്പൊ ദബ്ഹ് ചെയ്യ അറവ് അത് ഹറാമാണ്. ഏത് സമയത്ത്? മുശ്രിക്കീങ്ങളുടെ ആഘോഷത്തിന്റെ സമയത്തും മുശ്രിക്കീങ്ങളുടെ പ്രത്യേകമായ ആഘോഷങ്ങളുടെ സ്ഥലത്ത് വെച്ചു. മുശ്രിക്കീങ്ങളുടെ അല്ലെങ്കിൽ കാഫിരീങ്ങളുടെ ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് ബലി അറുക്കൽ ഹറാമാണ്. അതേപോലെ തന്നെ അവരുടെ ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലത്ത് വെച്ച് അറുക്കലും ഹറാമാണ്. രണ്ടും അതിൽ വരും, മക്കാൻ വസ്സമാൻ. സ്ഥലത്ത് വെച്ച് അറുക്കലും ആ സമയത്ത് അറുക്കലും ഹറാമാണ്. അപ്പൊ ദബ്ഹ് എന്നുള്ളത് മാത്രമല്ല, അവിടെ ഇബാദത്താണ് മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത്. ഫി സമാൻ ഔ മക്കാൻ. മുശ്രിക്കുകളുടെ ഇബാദത്ത് നടക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ നമസ്കരിക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇബാദത്ത് ചെയ്യുക, അത് പാടില്ല, ഹറാമാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. ഉദാഹരണത്തിന് ചില മുശ്രിക്കീങ്ങൾ റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ബലിയറുക്കും. റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മുശ്രിക്കീങ്ങൾ ബലിയറുക്കും. അപ്പൊ ആ വെള്ളിയാഴ്ച തന്നെ നമുക്ക് ദബ്ഹ് നടത്തൽ എന്തല്ല, പാടില്ല, ഹറാമാണ്. കാരണം മുശ്രിക്കീങ്ങൾ അവരുടെ പ്രത്യേക ഇബാദത്തിന്റെ ദിവസമായി കൊണ്ട് തെരഞ്ഞെടുത്തിട്ടുള്ള ദിവസമാണ് അത്, റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച. എന്താണ് അതിന് തെളിവെന്ന് വെച്ചാൽ വലോ മാറ്റ ദലീൽ ഫി ദാലിക് അല അന്നഹു ലാ യജൂസ്. ഇനി അത് തെളിവില്ലെങ്കിൽ പോലും അത് ഹറാമാണ്. വലോ ലം യതി ദലീൽ. കാരണം എന്താണ്? ഫൈനഹു യുശാബിഹ് ഫിഅലൽ മുശ്രിക്കീൻ ബിഹാദൽ ഹദീസ്. ഈ ഹദീസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അത് കാഫിര്യങ്ങളുടെ പ്രവൃത്തിയുമായി കൊണ്ട് സാദൃശ്യപ്പെടുന്നു. കാഫിര്യങ്ങളുടെ പ്രവൃത്തിയുമായി കൊണ്ട് സാദൃശ്യപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ അത് ഹറാമാണ്. കാരണം അവർ ഈ ഒരു സമയത്താണ്, ഈ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് അവർ, അതായത് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണ് അവർ ഈ ഒരു പ്രത്യേക അവരുടെ ഇബാദത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ദിവസം നെഹർ നടത്തുക അല്ലെങ്കിൽ ദബ്ഹ് നടത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. ഫദാലിക ലാ യജൂസ് ഇല്ലാ ഇദാ അതാക ദൈഫുൻ ഫറഅത അൻ തുക്രിമ വനിയതക ഖാലിസൻ ലിവജ്ഹില്ല. നേരെ മറിച്ച് നിന്റെ അടുക്കൽ ഒരു ദൈഫ് വരാണ്, അതിഥി വരുന്നു, അപ്പൊ നീ അയാളെ ആദരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വളരെ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് നീ അതിനെ അറുക്കുന്നതെങ്കിൽ ലാ ബസ്, അല്ല എങ്കിൽ മറ്റേതെങ്കിലും ദിവസങ്ങളിൽ അറുക്കുക. ഇപ്പൊ മുശ്രിക്കീങ്ങളോട് അവരുടെ ഇബാദത്തിന്റെ പ്രത്യേകമായ ആഘോഷങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചോ സമയത്ത് വെച്ചോ അവരോട് സാദൃശ്യപ്പെടുക എന്നുള്ളത് പാടില്ല. അപ്പൊ അവിടെ മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്യുന്ന ആ ദിവസത്തിൽ തന്നെ അറുക്കുന്നു. അപ്പൊ നമ്മൾ ആ ദിവസത്തിൽ അറുത്തു കഴിഞ്ഞാൽ അത് അവരോട് സാദൃശ്യപ്പെടലാവും, ആ ദിവസത്തിലോ അല്ലെങ്കിൽ ആ സ്ഥലത്ത് വെച്ചോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെ അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദു ദിറാറിൽ വെച്ച് നമസ്കരിക്കുന്നതിനെ വിലക്കി വിരോധിച്ചു. അങ്ങനെയാണെങ്കിൽ ബിദഅത്തിന്റെയും ശിർക്കിന്റെയും സ്ഥലങ്ങളിൽ വെച്ച് ഇബാദത്ത് ചെയ്തുകൊണ്ട് അവരോട് സാദൃശ്യപ്പെടുന്നത് മിൻ ബാബിൻ ഔല, അതാണ് ഏറ്റവും അതിനേക്കാളും
ഈ ബാബിൽ ഏറ്റവും ആദ്യം വരുന്നത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔഫി ബിനദ്രിക്, നീ നിന്റെ നേർച്ച നിറവേറ്റുക, നേർച്ച വീട്ടുക. നദ്റുൽ മഅസിയ്യ ഫഇന്നഹു ലാ വഫാ ലിനദ്രിൻ ഫീ മഅസിയത്തില്ലാ, അല്ലാഹുവിനോടുള്ള മഅസിയത്തിൽ, അല്ലാഹുവിനോടുള്ള അനുസരണക്കേടിൽ നേർച്ച വീട്ടലില്ല. അപ്പൊ മഅസിയത്തായിട്ടുള്ള ഒരു കാര്യത്തിലാണ് ഒരാൾ നേർച്ചയാക്കിയത്, അള്ളാഹുവിനോടുള്ള തിന്മയായിട്ടുള്ള ഒരു കാര്യത്തിലാണ് ഒരാൾ നേർച്ചയാക്കിയതെങ്കിൽ ആ നേർച്ച വീട്ടാൻ പാടുള്ളതല്ല. അതെന്താണ്? ഉലമാക്കൾക്കിടയിൽ ഇജ്മാ ഉള്ളതാണ്. നദ്റുൽ മഅസിയ്യ ലാ യജൂസു ഹാദിഹി ഇജ്മാഅൻ ബിജ്മാഇൽ ഉലമാ ലാ യജൂസ് അൻ തഅതി ബി. അള്ളാഹുവിനോട് ഒരാൾ മഅസിയത്ത് ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കി, അങ്ങനെയാണെങ്കിൽ ആ നേർച്ച വീട്ടാൻ പാടില്ല. അതേപോലെ തന്നെ അന്നദർ ഗൈറുൽ മുസ്തതാ, ഒരാൾക്ക് സാധിക്കാത്തൊരു കാര്യമാണ് ഒരാൾ നേർച്ചയാക്കിയത്. ഒരാൾ നേർച്ചയാക്കുകയാണ്, ഞാൻ ഒരു വർഷം മുഴുവനും എല്ലാ ദിവസവും നോമ്പെടുക്കും, വർഷം മുഴുവൻ എല്ലാ ദിവസവും ഞാൻ നോമ്പെടുക്കും ഒരാൾ നേർച്ചയാക്കി. അത് ഗൈറുൽ മുസ്തതാ, ആ വ്യക്തിക്ക് സാധിക്കാത്തൊരു കാര്യമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിലും നേർച്ച വീട്ടലില്ല. അല്ലെങ്കിൽ ഒരു വ്യക്തി നേർച്ചയാക്കി നദർത്തു ലില്ലാ, അള്ളാഹുവിന് വേണ്ടി നേർച്ചയാക്കിനാൽ അല്ലാ ഉകല്ലിമ അഖി അല്ലാ ഉകല്ലിമ സാഹിബി ഔ അബി, എൻ്റെ സഹോദരനോടോ കൂട്ടുകാരനോടോ അല്ലെങ്കിൽ ഉപ്പയോടോ ഞാൻ സംസാരിക്കുകയില്ല എന്നൊരാൾ നേർച്ചയാക്കി. അത് വീട്ടിലെന്തല്ല പാടില്ല. ലാ വഫാ ലിനദ്രിൻ ഫീ മഅസിയത്തില്ലാ വലാ ഫീമാ ലാ യംലികു ഇബ്നു ആദം, ഇബ്നു ആദമിന് സാധിക്കാത്ത, അവന് ഉടമപ്പെടുത്താൻ കഴിയാത്തൊരു കാര്യത്തിൽ നേർച്ച വീട്ടലില്ല. റവാഹു അബൂ ദാവൂദ് വഇസ്നാദുഹാ അലാ ശർത്തിഹിമാ അലാ ശർത്തിൽ ബുഖാരി വമുസ്ലിം. طيب إلى هنا سبحانك وبحمدك أشهد أن لا إله إلا أنت أستغفرك. بسم الله الرحمن الرحيم. الحمد لله.